ഹൈ ഗൈസ്, നമ്മളിന്നൊരു ബെൽറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ബെൽറ്റ് മാറ്റിയിട്ട് കുറച്ച് ദിവസമായി, അത്യാവശ്യം പൊടിയും സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഗൈസ്. നമ്മളിത് ഇതുപോലൊരു ബ്രഷും നമ്മൾ കുറച്ച് ഷാമ്പു എടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മുടെ ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു ആണ്. അപ്പം മറ്റതൊന്നും കിട്ടാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇത് എടുത്തതാണ് ഗൈസ്. അപ്പോൾ ഇതിനെ നമ്മൾ നല്ലപോലെ ഇതിലാക്കിയിട്ട് ബെൽറ്റ് വാഷ് ചെയ്തിട്ടുണ്ട് നേരത്തെ. അങ്ങനെ നല്ലപോലെ ബെൽറ്റും അകഭാഗമൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യുക. അപ്പോൾ ഗൈസ് അങ്ങനെ ഇത് മൊത്തം നല്ലപോലെ ക്ലീൻ ചെയ്യണം ഗൈസ്. ബെൽറ്റിൻ്റെ അകത്തും ഈ അകത്ത് വരുന്ന സ്പോക്കൻ്റെ ഭാഗം എൻ്റെ ബെൽറ്റ് ഇത്തിരി ലൂസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നീക്കിയിട്ട് വാഷ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം എല്ലാത്തിലും അത് കാണണമെന്നില്ല, കാരണം ഇത് ലൂസ് ആയതുകൊണ്ടാണ്. ലൂസായ ബെൽറ്റിലൊക്കെ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട് ഗൈസ്, അത് പറ്റും. അപ്പോൾ നമ്മൾ ബെൽറ്റ് കുറച്ച് ഇങ്ങനെ നീക്കിയിട്ട് ഇതിൻ്റെ ഇടയിലെല്ലാം കഴുകണം നല്ലപോലെ. അപ്പോൾ ഇതിലിപ്പം വേറൊരു പ്രശ്നം വെച്ചാൽ സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്തത് കാരണം നമുക്ക് അതിനെല്ലാം പരിമിതികളുണ്ട്. ഇതെല്ലാം അത്ര ക്ലിയർ ആയിട്ട് വാഷ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും പറ്റുന്നതിൻ്റെ പരമാവധി നമ്മളത് ചെയ്യണം. അപ്പോൾ സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെയും ഭയങ്കര ബുദ്ധിമുട്ടാണ്, നീക്കിയൊക്കെ ചെയ്യണം. അപ്പം എന്തായാലും നമ്മുടെ ആവശ്യമില്ല, നമ്മൾ ചെയ്തല്ലേ പറ്റും. അതുകൊണ്ട് കഷ്ടപ്പെട്ട് ചെയ്യുകയാണ് ഗൈസ്. അതൊക്കെ ചെയ്തിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം കുറച്ച് WD-40 കൂടെ അടിച്ചു കൊടുത്താൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക്, അല്ലെങ്കിൽ കുറച്ച് കിലോമീറ്റർ വരെ നമുക്ക് വേറെ ഒന്നും പേടിക്കാനില്ല ഗൈസ്. അപ്പോൾ അത് നല്ലപോലെ ചെയ്യുക ഗൈസ്. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനിയുള്ളതെന്ന് വെച്ചാൽ ഇത് നമുക്ക് നല്ലപോലെ വാഷ് ചെയ്ത് ക്ലിയർ ആക്കണം. നല്ലപോലെ എല്ലാം സെറ്റ് ചെയ്ത് നല്ലപോലെ ഷാമ്പു ഒക്കെ ചെയ്ത് അകത്തും ബെൽറ്റിൻ്റെ ഇന്നർ സൈഡും ഔട്ടർ സൈഡും എല്ലാം നല്ലപോലെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നല്ലപോലെ വാഷ് ചെയ്ത് ക്ലിയർ ആക്കണം. അപ്പം നല്ല രീതിയിൽ പറ്റുന്ന അത്രയും ചെയ്യുക. സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നാലും നമ്മൾ പരമാവധി ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ബെൽറ്റ് ലൂസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി, നീക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റി. കാണിച്ചു തരാം ഗൈസ്. കണ്ട എൻ്റെ ഈ സൈഡൊക്കെ കണ്ട, ഇവിടെ എല്ലാം നല്ലപോലെ പൊടി ഉണ്ടായിരുന്നു. അത് ഞാൻ അതെല്ലാം അകത്ത് ഇങ്ങനെ ബെൽറ്റ് നീക്കിയിട്ട് നല്ലപോലെ അതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ള പരിപാടി ഇതെല്ലാം കഴിഞ്ഞിട്ട് വാഷ് ചെയ്തതിന് ശേഷം കാണാം. ഹൈ ഗൈസ്, അങ്ങനെ എല്ലാം കഴുകി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് WD-40 അടിക്കണം. അതാണ് ഇനിയുള്ള പണി. അപ്പോൾ ഞാൻ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ട ഗൈസ്, അപ്പോൾ അങ്ങനെ എല്ലാം വാഷ് ചെയ്തിട്ടുണ്ട്. കണ്ട ഈ പേര് വരെ ഇപ്പം നല്ല രീതിയിൽ വെളുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര നന്നായിട്ട് നമ്മളിതിനെ വാഷ് ചെയ്തു. കണ്ട അതിൻ്റെ ഇടയിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ ബ്രഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് പാട് പോകുന്നില്ല ഗൈസ്, നമ്മൾ എത്ര നോക്കിയിട്ടും പോകുന്നില്ല. കണ്ട ഈ സൈഡിലൊക്കെ കണ്ട, അപ്പോൾ അത്രയും നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് WD-40 കൂടെ അടിക്കണം. അപ്പോൾ ഗൈസ് നമ്മളിത് WD-40 വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് അടിച്ചു കൊടുത്താൽ, അധികമൊന്നും അടിക്കണ്ട, കുറച്ചടിച്ചാൽ മതി. അപ്പോഴത്തേക്ക് അത്യാവശ്യം സൗണ്ടൊക്കെ കാര്യങ്ങളൊക്കെ മാറും, അകത്തിരിക്കുന്ന പൊടിയും കാര്യങ്ങളൊക്കെ പോവും. അപ്പം കുറച്ച് നല്ല ക്ലീൻ ആവും. നമ്മളിപ്പോൾ വാഷ് ചെയ്തത് കൂടാതെ കുറച്ചും കൂടെ എക്സ്ട്രാ ക്ലീൻ ആവും. നല്ലപോലെ ഇതാക്കിയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം. കുറച്ചേ അടിക്കുന്നുള്ളൂ ഗൈസ്, അധികമൊന്നും അടിക്കുന്നില്ല. നല്ലപോലെ അടിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് നീക്കി. ഇത് ഇപ്പം നീക്കുമ്പോൾ തന്നെ ചെറിയ സൗണ്ട് ഉണ്ട്, ഇപ്പം പൊടി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് ഇതിനെ നൈസായിട്ട് കുറച്ച് അവിടെ ഇവിടെ മൊത്തം അടിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ അകത്തും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ വീല് കറക്കിയിട്ടൊക്കെ അടിച്ചു കൊടുക്കണം. അപ്പോഴത്തേക്ക് അത് ക്ലിയർ ആവും. ഈ ഗ്രൂവുകളുടെ ഇടയിലും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചു കൊടുത്താൽ കുറച്ചും കൂടെ ക്ലീൻ ആയിരിക്കും ഗൈസ്. അപ്പം നമ്മൾ കുറച്ച് നാളും കൂടെ ലൈഫ് കിട്ടും, നോയ്സ് കുറയും, അങ്ങനത്തെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് മാത്രം അടിച്ചാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് അടിച്ചു എന്നേ ഉള്ളൂ, അത്രയും കുറച്ചും കൂടെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടേ. അപ്പം അങ്ങനെ ഇതെല്ലാം അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ അകത്തുള്ള നമ്മുടെ ഇതിലും കൂടെ ജസ്റ്റ് ഒന്ന് അടിക്കുകയാണ്. കാണാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കണ്ട, അതിലും കൂടെ കുറച്ച് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് മൊത്തം അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. കണ്ട, അടിച്ചു, ഇവിടെയൊക്കെ അടിച്ചു, നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയായി, വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് ഓടിയിട്ട് നോക്കാം എന്താവും എന്നുള്ളത്. കണ്ട, ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷൻ ഗൈസ്. ഇനിയിപ്പോൾ ഇത് അടുത്ത് എന്താണെന്നുള്ളത് ഞാൻ എന്തായാലും കുറച്ച് ഓടിയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഹൈ ഗൈസ്, അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് നാളത്തേക്ക് വേറെ നോക്കാനില്ല. അപ്പം ബെൽറ്റ് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ആഴ്ചയിലോ 2 ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും ബെൽറ്റ് കഴുകി നല്ലപോലെ WD-40 അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ലാസ്റ്റ് ചെയ്യും, നല്ല രീതിയിൽ ഓടാനും പറ്റും. അപ്പോൾ എനിക്കിത് ആഫ്റ്റർ മാർക്കറ്റ് ബെൽറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ചെയ്തിട്ട് ഇത് ക്ലീനിങ്ങിനൊക്കെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത്രയും നമുക്ക് റിസ്ക് ഇല്ല, കാരണം അത്രയ്ക്കുള്ള ടെമ്പറും ക്വാളിറ്റി അതിന് കാണും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബെൽറ്റ് കുറച്ചും കൂടെ ലൈഫ് കിട്ടും ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ഗൈസ്. അതുവരേക്കും ബൈ.